AV ടൈൽസ് ആൻഡ് സാനിറ്ററിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ റിവ്യൂ ഒരു ടൈൽസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ടൈലിംഗ് സൊല്യൂഷനെ കുറിച്ചോ അല്ല, മറിച്ച് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഒരു UPVC ഡോർസ് ആൻഡ് വിൻഡോസിന്റെ ഒരു ഫാക്ടറിയുടെ വിസിറ്റ് ആണ്. നമ്മുടെ പുറകിൽ കാണാം AY UPVC സൊല്യൂഷൻസ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ കവർ ചെയ്യാൻ പോകുന്ന ഫാക്ടറി. UPVC സൊല്യൂഷൻസ് എന്തിന് ഒരു ടൈൽ ഷോറൂം കവർ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള ആൻസർ നമ്മുടെ മുൻ എപ്പിസോഡുകളിൽ കിട്ടും. ഗ്രാനൈറ്റ് ഉപയോഗിക്കരുത് എന്ന് നമ്മൾ പറഞ്ഞത് ഗ്രാനൈറ്റിനെക്കാട്ടിലും നല്ല പ്രൊഡക്ട്സാ വരുന്നത് എന്നുകൊണ്ടുള്ളതുകൊണ്ടല്ല, പക്ഷേ ഭൂമി കുഴിച്ച് ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് ഈ കല്ല് പുറത്തെടുക്കുമ്പോൾ അത് നമ്മുടെ പ്രകൃതിയെ ബാധിക്കുന്നു. അതേപോലെ തന്നെ വീട് പണിയുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന തടി അതും നമ്മൾ ഫോറസ്റ്റിൽ നിന്ന് ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നു, അതും നമ്മുടെ ഇക്കോളജിയെ ബാധിക്കുന്നു. അതിനുള്ള സൊല്യൂഷൻസ് ആയിട്ടാണ് ഒരു പതിറ്റാണ്ട് മുമ്പ് ഫെനസ്റ്റ എന്ന് പറയുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ വന്നത്. അതൊരു വിദേശ കമ്പനിയായിരുന്നു. ഇന്നും ലോകത്തെ ഏറ്റവും നല്ല UPVC സൊല്യൂഷൻസ് തരുന്ന ഒരു കമ്പനിയാണ്. പക്ഷേ ഒരുപാട് വർഷം ഈ ഫെനസ്റ്റ എന്ന് പറയുന്ന കമ്പനി അതേപോലെ ഉള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കമ്പനീസിന് മറിച്ച് ഒരു ചീപ്പർ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ടഡ് സൊല്യൂഷൻ നമുക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഫാക്ടറിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന എസ്ട്രിക്സ് എന്ന് പറയുന്ന ഒരു UPVC സൊല്യൂഷൻ ആണ്. ഈ സ്ഥാപനത്തിന്റെ ഉടമ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്, അജു എന്നറിയപ്പെടുന്ന അജു ഗോപാലകൃഷ്ണൻ. അജു സാർ, വെൽക്കം ടു ദി ഷോ. അജു കഴിഞ്ഞ 30 വർഷമായിട്ട് കൊല്ലത്തെ അലുമിനിയം ഫാബ്രിക്കേഷനും ഗ്ലാസ് വർക്ക് രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന ആളാണ്. കൊല്ലത്തെ ഒട്ടുമിക്ക കോൺട്രാക്ടേഴ്സിനും അജുവിനെ പരിചയമുണ്ട്. അജുവിന്റെ വർക്ക് അജുവിന് വേണ്ടിയിട്ട് സംസാരിക്കും. അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ അജുവിന്റെ പേര് കേട്ട് കാണത്തില്ലായിരിക്കും. അപ്പം ഇന്ന് ഈ ഫാക്ടറിയിൽ നമ്മൾ അജു സാറിന്റെ കൂടെ ഉണ്ട്. അജു സാർ പറയും എന്തുവായിരുന്നു ഈ ഫാക്ടറി തുടങ്ങാനുള്ള പ്രചോദനം, ഫാക്ടറി എങ്ങനെയാണ് ഓപ്പറേറ്റ് ആവുന്നത്, ഫെനസ്റ്റ പോലത്തെ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാൻഡ്സുമായിട്ട് ക്വാളിറ്റിയിലും പ്രൈസിലും എസ്ട്രിക്സ് എവിടെയാണ് നിൽക്കുന്നത്, അതുപോലത്തെ നിരവധി ചോദ്യങ്ങൾക്ക് ഇന്ന് നമുക്ക് അജു സാറിന്റെ ഇന്ന് മറുപടി തേടാം. നമുക്ക് ഫാക്ടറിയിലേക്ക് പോവാം. UPVC വിൻഡോ അല്ലെങ്കിൽ UPVC ഡോർ എന്തുവാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ഒരു ഇരിക്കുന്ന സ്ട്രക്ചർ എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ്. കൂടുതലും ഇത് അപ്പാർട്ട്മെന്റ്സിലാണ് ഇത് യൂസ് ചെയ്യുന്നത്, കാരണം അവിടെ സെക്യൂരിറ്റി കൺസേൺ അത്രയും വലുതല്ല. പക്ഷേ ഇപ്പം ഐ ഗസ് വീടുകളിലും ഇത് ഉപയോഗിച്ച് തുടങ്ങി. അതിന്റെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജനറലി നമ്മുടെ നാട് സുരക്ഷിതമായിക്കൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല തടിയുടെ കോസ്റ്റ് വെച്ച് നോക്കുമ്പം ഇതിന്റെ കോസ്റ്റ് വളരെ കുറവാണ്. അപ്പം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാകാം ഇതിപ്പം പ്രചലനത്തിൽ വരുന്നത്. പക്ഷേ ഇപ്പൊ ഈ പണിഞ്ഞ് വെച്ചേക്കുന്ന ഐ തിങ്ക് ഒരു കോട്ടിയാടിന്റെ സ്ലൈഡിംഗ് ഡോർ ആണ്. നമുക്ക് ഇങ്ങനെ കാണാം ഈ ഡോർസ് ഇതേപോലെ സൗണ്ട് ഉണ്ടാവത്തില്ല. അപ്പം ഇനി നമുക്ക് അജു സാറിന്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ അജു ചേട്ടാ, അപ്പം ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിലിൽ ഒന്ന് പറഞ്ഞുതരാം. ഇത് എന്തുവാ, പ്രൊഡക്റ്റ് എന്തുവാ, ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? മെയിൻ ആയിട്ട് സൗണ്ട് പ്രൂഫ് ആയിരിക്കും. ഓക്കെ, വർക്ക് ചെയ്യുമ്പോഴും സൗണ്ട് ഉണ്ടാവത്തില്ല. പിന്നെ പെയിന്റ് അടിക്കണ്ട, പോളിഷ് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. എന്ന് വെച്ചാൽ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫിനിഷ് പ്രൊഡക്റ്റ് ഇതിനകത്ത് പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട. ഇതിനകത്ത് ഇത് ഇപ്പൊ വെയിലടിക്കുന്ന ഭാഗത്താണ് ഇത് വരുന്നെങ്കിൽ ഇതിനകത്ത് ഇതിന്റെ നിറം മാറും. അൾട്രാവയലറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. അൾട്രാവയലറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. അപ്പം ഇത് വെയിലും അടിച്ചാലും ഇതിന്റെ നിറം മാറത്തില്ല. അപ്പൊ ഇത് പ്ലാസ്റ്റിക് ബേസിക്കലി UPVC ആണെങ്കിൽ ഇതിനകത്ത് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞ ഇരുമ്പ് കൂടെ. ഇത് പ്ലാസ്റ്റിക് ആയപ്പോലും ഇത് പൊളയത്തില്ല. GI ഒരു ചാനൽ ഇട്ടിട്ടുണ്ട്, ഒരു GI ചാനൽ ഇട്ടിട്ടുണ്ട്. നമുക്കത് കാണിക്കാൻ പറ്റുമോ ഒരു പീസ്? ഓക്കെ, ഈ ചാനൽ ഇതിനകത്ത് റൺ ചെയ്തു, അതുകൊണ്ട് ഇത് പൊളയത്തില്ല. അപ്പം നിറവും മാറത്തില്ല, കാരണം UV ട്രീറ്റ്മെന്റ് ചെയ്ത് 15 വർഷം ഗ്യാരണ്ടി ഉണ്ട്. 15 വർഷം ഗ്യാരണ്ടി ഉണ്ട് നിറത്തിന്, പൊളച്ചില്. പിന്നെ മൂന്നാമത്തെ ഇപ്പൊ വെയിൽ കൊള്ളുന്ന ഭാഗം ഇത് വെടിച്ചു കീറാൻ സാധ്യതയുണ്ടോ? സാധാരണ പ്ലാസ്റ്റിക് പൊടിഞ്ഞു പോകുന്ന അതും വരത്തില്ല. അപ്പൊ ഇത് പെർഫെക്റ്റ് ആണ്. ഒരു ലോ കോസ്റ്റ് ഒരു ബജറ്റ് വീട് ചെയ്യുവാണെങ്കിൽ ഇത്. പക്ഷെ കോട്ടിയാട് ഓക്കെയാണ്. നമുക്ക് ഇത് വെച്ച് വിൻഡോ ചെയ്യാൻ പറ്റുമോ? വിൻഡോ ചെയ്യാൻ പറ്റും. വിൻഡോ ചെയ്യുമ്പോൾ സേഫ്റ്റി ഗ്രില്ല് കൂടെ എല്ലാവരും കൊടുക്കുമ്പോൾ ആ വിൻഡോ അതിനകത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഡോറുകളും ചെയ്യാൻ പറ്റും. പിന്നെ ലോക്കിംഗ് സിസ്റ്റം ഒക്കെ ഭയങ്കര ഇതായിട്ടുള്ള ലോക്കിംഗ് സിസ്റ്റം ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ചെയ്ത വിൻഡോ ഡോറോ ഏതെങ്കിലും അവിടെ ഇരിപ്പുണ്ട്? നമുക്ക് ഒരു ചെറിയ വിൻഡോ ഇവിടെ ഇരിപ്പുണ്ട്, നോക്കാം. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരു വിൻഡോ, ഒരു ചെയ്തേക്കുന്ന 3 പീസ് സ്ലൈഡർ വിൻഡോ ആണ് നമ്മുടെ മുമ്പിലേക്ക് കാണുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന യൂസുഫ് സാർ ആണ്. യൂസുഫ് സാർ ഈ ഫാക്ടറിയുടെ ഓണറാണ്. AY UPVCക്കകത്ത് ആണ് അജു ആൻഡ് യൂസുഫ്, അതാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ വരുമ്പം നിങ്ങൾക്ക് രണ്ടുപേരെ ഇവിടെ കാണാം. എൻ്റെ ഓണേഴ്സ് തന്നെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പം യൂസുഫ് സാർ, ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ഈ 3 ഇത് എവിടുത്തെ പീസാണ് ഇത് എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയിട്ട് കിച്ചണിൽ നിന്ന് ഡൈനിങ്ങിലേക്കുള്ള ഒരു വ്യൂവിന് വേണ്ടിയും അവിടെ നിന്ന് ഈ ഫുഡ് സപ്ലൈ ഡൈനിങ്ങിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അതായത് ഡൈനിങ് റൂമിനും കിച്ചണിനും ഇടയ്ക്കുള്ള ഒരു പീസ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അറ്റ് എനി പോയിന്റ് ഇതിന്റെ 2 പാർട്ട് നമുക്ക് ഓപ്പണിംഗ് ആയിട്ട് കിട്ടും. 2 പാർട്ട് നമുക്ക് മാക്സിമം ഓപ്പണിംഗ് ആയിട്ട് കിട്ടും. ഇത് 2
പാർട്ടും നമുക്ക് ലോക്കും ചെയ്യാം. ഓക്കെ, രണ്ട് പാർട്ട് ഇത്രയും ചെയ്താൽ നമുക്ക് സ്പ്ലിറ്റ് വ്യൂ ഉണ്ട്. ഇത് ഒരു സൈഡിലോട്ട് നീക്കി കഴിഞ്ഞാൽ ഫുള്ളി ഓപ്പൺ വ്യൂ ഉണ്ട്. രണ്ട് പാർട്ട് ഇത് കണ്ട, ഇത് ലോക്കായി ഇപ്പോഴും ലോക്കായി കഴിഞ്ഞ സംഭവം. ഓക്കെ, ഇത് സംഭവം ലോക്കായി. ഓക്കെ, ഇതിന്റെ സ്ലൈഡിംഗ് മെക്കാനിസം ഓവർ ദി ഇയേഴ്സ് കേടാവാൻ സാധ്യതയുണ്ടോ? ഇതിനകത്ത് നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയറിന് നമ്മൾ 10 years വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഹാർഡ്വെയറിന് നമ്മൾ 10 years കൊടുക്കുന്നത്. അപ്പൊ അത്രയ്ക്കും നല്ല ക്വാളിറ്റി ഉള്ള ഹാർഡ്വെയർ വെച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഹാർഡ്വെയർ ഫോർ എക്സാമ്പിൾ ഒരു 5 to 10 yearsനകത്ത് ഇത് തേയ്മാനം കാണിച്ചു തുടങ്ങിയ ആ ഹാർഡ്വെയർ മാത്രം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. മാത്രം ചേഞ്ച് ചെയ്യാം. അപ്പൊ വീണ്ടും UPVCയുടെ ഈ പാനലിന് ഒന്നും സംഭവിക്കുന്നില്ല. ഹാർഡ്വെയർ മാത്രം നമ്മളിപ്പം നമ്മളെ ഉടൻ ഡോറിലൊക്കെ വരുന്നത് പോലെ അതിന്റെ ലോക്കുകൾ നമുക്ക് കേടുവരും. നമ്മൾ ലോക്കുകൾ മാത്രം മാറ്റി വെക്കുന്ന അതേ കണക്ക് തന്നെ സെയിം സിസ്റ്റത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പാർട്ണർ പറഞ്ഞതുപോലെ ഇതിനകത്ത് പെയിന്റിങ്ങിന്റെ വിഷയം വരുന്നില്ല. നമ്മൾ എല്ലാ വർഷവും അല്ല 5 വർഷം 4 വർഷം കൂടുമ്പോൾ ഇതിന് പെയിന്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത് എന്ന് കിടക്കുന്ന ഒരു 16 വയസ്സിനുള്ള മൗട്ടിൽ പ്രോഡക്റ്റ് അവിടെ ഉണ്ടാവും. അതേപോലെ നിറം മാറത്തില്ല. അൾട്രാ വയലറ്റ് രശ്മിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ചെയ്തിട്ടാണ് അവർ ഇത് ചെയ്യുന്നത്. സിംപ്റ്റാസ്ട്രിക്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനിയാണ്. ഓക്കെ, അത് നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. ഇത് സിംപ്റ്റാ ആസ്ട്രിക്സ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ വെച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് ഇന്ത്യൻ ഫുള്ളി അത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ഫുള്ളി മെയ്ഡ് ഇൻ ഇന്ത്യൻ കമ്പനി. പക്ഷേ ഇതിന് എന്തെങ്കിലും ഫോറിൻ കൊളാബറേഷൻ ഉണ്ടോ? ഇല്ല, ഇതിനകത്ത് ഒന്നും ഒരു കൊളാബറേഷൻ ഇല്ല. ഫുള്ളി ഇന്ത്യൻ കമ്പനി. ഫെനസ്റ്റേ എന്ന് പറയുന്ന ഒരു കമ്പനി ആയിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത്. അതാണ് ഇപ്പോൾ ഒരുപാടുള്ളത്. അത് കൊളാബറേഷൻ ഉള്ള ഒരു കമ്പനി ആയിരുന്നു. അത് ഇപ്പോഴും അവർക്ക് കൊളാബറേഷൻ തുടരുന്നതാണ് എന്റെ അറിവ്. പക്ഷേ എങ്കിൽ ഇവരെന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇന്ത്യൻ പ്രോഡക്റ്റ് മാത്രമാണ്. ഞങ്ങൾ കമ്പനി സന്ദർശിച്ചിരുന്നു. വളരെ ഭയങ്കരമായ ഒരു കമ്പനിയാണ്. നല്ല ഡിപെൻഡബിൾ ആണ്. ഭയങ്കര ഡിപെൻഡബിൾ ആണ്. അപ്പം ഈ ഫെനസ്റ്റ എന്ന് പറയുന്നതിനകത്ത് കോസ്റ്റിനകത്ത് വലിയൊരു ഭാഗം അവരുടെ മാർക്കറ്റിംഗ് കോസ്റ്റ് തന്നെയാണ് അവർ അതിനകത്ത് ആഡ് ചെയ്യുന്നത്. അതായത് ക്വാളിറ്റിയിൽ എസ്ട്രിക്സും ഫിനസ്റ്റയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. പിന്നെ ഞാൻ എന്റെ അറിവ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഫെനസ്റ്റയ്ക്ക് ഫാബ്രിക്കേറ്റേഴ്സ് വെളിയിലില്ല. അവരുടെ പ്രോഡക്റ്റ് അവരുടെ കമ്പനിയിൽ തന്നെ ഓർഡർ കൊടുത്ത് അവിടുന്ന് തന്നെ പ്രൊഡക്ഷൻ കഴിഞ്ഞാണ് ക്ലയന്റിന്റെ അടുത്ത് വരുന്നത്. അപ്പം ലാസ്റ്റ് മൊമെന്റിൽ എന്തെങ്കിലും ഫൈൻ ട്യൂണിംഗ് ചെയ്യണമെങ്കിൽ അത് പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ നമുക്ക് ഫാബ്രിക്കേറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് അവർ പ്രൊഫൈൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ആ പ്രൊഫൈൽ വെച്ച് നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് എസ്പെഷ്യലി നമുക്ക് ക്ലയന്റിന് എപ്പോഴും വേണ്ടുള്ളത് ഓടി ചെന്ന് എന്തെങ്കിലും ഒരു കറക്ഷൻ ഉണ്ടെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും അവർക്ക് ഇപ്പൊ എനിക്കും നിങ്ങൾക്കും എല്ലാം ഫ്ലെക്സിബിൾ ആയി. ഇത് കൂടാതെ ഇതിനകത്ത് പല ക്വാളിറ്റി ഉണ്ടോ? ഇപ്പൊ ഹെവി ആയിട്ടുള്ള പ്ലാസ്റ്റിക് അല്ലെ ലൈറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് അങ്ങനെയില്ല. ഇതിനകത്ത് 2 ട്രാക്ക് 3 ട്രാക്ക് എന്ന് പറയുന്ന രീതിയിലുള്ള ട്രാക്കിന് ട്രാക്ക് അത് ശരിക്കും ടൈപ്പാണ്. അത് ടൈപ്പാണ്. പക്ഷേ ക്വാളിറ്റിക്കകത്ത് ഒരു വ്യത്യാസം, സിംഗിൾ ക്വാളിറ്റിയാണ് വരുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ക്വാളിറ്റിയുള്ള സാധനം. പിന്നെ ഇതിന് കളേഴ്സ് വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടി കോസ്റ്റ് വ്യത്യാസം വരും. അതിനകത്ത് ഉടൻ കളർ, റോസ് വുഡ്, മഹാഗണി എന്ന് പറയുന്ന പല അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടില് വുഡ് വെച്ച് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ വുഡിന്റെ എക്സ്പെൻഡിച്ചറും അല്ലെ ചിലപ്പോൾ നമുക്ക് വുഡിന്റെ ബഡ്ജറ്റും കാണും. പക്ഷെ ഈ വുഡിനെ പ്രോസസ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് 1 to 2 months ആണ്. ചിലപ്പോൾ അത്രയും സമയം പ്രോജക്റ്റിന് ഇല്ലെങ്കിൽ നമുക്ക് വുഡിന്റെ അതേ ലുക്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള 10 to 15 years ആണ് വാറണ്ടി പറയുന്നത്. അത്രയും നമുക്ക് വുഡിന്റെ തന്നെ ഫിനിഷിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓൾസോ നമ്മൾ വുഡ് അവോയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ എൻവയോൺമെന്റിനെയും കൂടെ സേവ് ചെയ്യാണ്. ഈ ഇൻഡിസ്ക്രിമിനേറ്റ് വുഡ് കട്ടിംഗ് നിർത്തണമെങ്കിൽ നമുക്ക് നമ്മുടെ ലെവലിൽ ചെയ്യാൻ പറ്റുന്ന, നമ്മളിപ്പം പേപ്പർ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ വണ്ടികൾ BS6 വെർഷനകത്ത് നമ്മൾ ഒരുപാട് പൊല്യൂഷൻ കുറച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഇൻഡിവിജ്വലിന്റെ നിലയിൽ അവർക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന, പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വലിന് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളിലൊന്നാണ് ആക്ച്വൽ വുഡിനെ റീപ്ലേസ് ചെയ്ത് ഇതേപോലെ റീയൂസബിൾ പ്രോഡക്റ്റ്. ഐ എം ഷുവർ ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇത് റീസൈക്കിളും അറ്റ് സം പോയിന്റ് ഇത് ചെയ്യാൻ പറ്റണം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റണം. പിന്നെ ഐ തിങ്ക് ഇതിനകത്ത് വേറൊരു പ്രത്യേകത ഞാൻ കാണുന്നത് വെച്ചാൽ ഈ ഇടുന്ന ഗ്ലാസ് തന്നെ നമുക്ക് ടിൻറ്റ് ചെയ്യാം. ഇതിനെ നമുക്ക് ടിൻറ്റ് ചെയ്യാം. ലാമിനേറ്റഡ് ഗ്ലാസിലേക്ക് വേണമെങ്കിൽ കൺവെർട്ട് ചെയ്യാം, ടഫൺ ഗ്ലാസിലേക്ക് കൺവെർട്ട് ചെയ്യാം, നോർമൽ ഗ്ലാസ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ശരിക്കും ഇപ്പൊ ഞാൻ ഇത് എടുത്തു നോക്കിയപ്പോൾ ഇതിന് അത്രയും വെയിറ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ അപ്പൊ ഇത് ഗ്ലാസ് കയറുമ്പോൾ ഇത് നല്ല വെയിറ്റ്, ഇതിന് നല്ല വെയിറ്റ്, നല്ല ഒരു പ്രീമിയം ഫീൽ ഇതിനകത്ത് വരും. അപ്പൊ നമുക്ക് പ്രീമിയം ഫീലിനകത്ത് ഒരു കുറവും അതിനകത്ത് നെഗോസിയേഷൻ ഇല്ല. പ്രീമിയം ഫീലിൽ യാതൊരു നെഗോസിയേഷനും ഇല്ല. അതായത് കാണാനും ഭംഗിയായിരിക്കും. ഇപ്പൊ ഞാനൊരു 30 വർഷം വിദേശത്തായിരുന്നു. ഞാൻ 20 വർഷം മുന്നേ UPVC ഗൾഫിലെല്ലാം പ്രചാരത്തിലായി കഴിഞ്ഞു. ആക്ച്വലി നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരാൻ കുറച്ച് വൈകിയെന്ന് മാത്രമേ. കാരണം നമ്മളിപ്പോഴും ഈ തടിയായിട്ടുള്ള ബന്ധത്തിൽ കിടക്കുന്നതുകൊണ്ട്, തടി സുലഭമായിട്ട് കിട്ടുന്നതുകൊണ്ട് അതിന്റെ പേരിലാണ് തടി കിട്ടാൻ മാർഗമില്ല. പക്ഷെ ഇപ്പം ലോ ബഡ്ജറ്റ് ഹൗസസ്, അതായത് 1000 square feet താഴെയുള്ള വീടുകൾ വളരെയധികം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും, ഈവൻ പണക്കാർ പോലും ഐ തിങ്ക് ഒരു വലിയ വീട് വെക്കുന്നതിനെക്കാട്ടിലും അവർക്ക് താല്പര്യം 2 or 3
കുഞ്ഞു വീടുകളിൽ വെക്കാനാണ് ഇപ്പോൾ എല്ലാവർക്കും താല്പര്യം. കാരണം മെയിൻ്റനൻസ് ഈസിയാണ്. അപ്പം മെയിൻ്റനൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ വുഡും ഇതുമായിട്ട് ഒരു വ്യത്യാസം ഞാൻ കാണുന്നത് വെച്ചാൽ ഈ മഴക്കാലം വരുമ്പോഴും വേനൽ വരുമ്പോഴും ഈ ഡോറ് രണ്ട് സ്വഭാവം കാണിക്കുന്ന ആ പരിപാടി ഇല്ല. കസ്റ്റമർ തരേണ്ട ഒരു സംഭവം നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ അവർ പ്രൊവൈഡ് ചെയ്യും. പ്രൊവിഷൻ മീൻസ് ഒരു സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ, ഒരു റെക്ടാങ്കിൾ, അങ്ങനെയുള്ള സംഭവം പ്രൊവിഷൻ അവർ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവർക്ക് ഇതിനകത്ത് ഇനി ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് ഒന്നുകൂടി ആവശ്യമാണെങ്കിൽ അകത്ത് കമ്പികൾ അവർ തന്നെ ഇത് ചെയ്യുന്ന കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ അറ്റങ്ങൾ കോൺക്രീറ്റ് ചെയ്യും, അല്ലെങ്കിൽ പൂശിക്കൊണ്ട് കമ്പികൾ ഇട്ടതിന് ശേഷം അതിന്റെ ഔട്ട്സൈഡ് പ്രൊവിഷൻ ഞങ്ങൾ തരുമ്പോൾ ഞങ്ങളുടെ കമ്പനിയിൽ. അപ്പം നമുക്ക് ശരിക്കും ഇതിനകത്തൂടെ നമുക്ക് ആ തടിയുടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ഇടയിൽ കൂടെ കമ്പി കയറ്റാൻ പറ്റുന്നുള്ള ഒരു കാര്യമാണ് ഈ തടിയെ ഇത്രയും പോപ്പുലർ ആക്കുന്നത്. പക്ഷെ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ കമ്പി വർക്കിനകത്ത്, അതായത് സിവിൽ വർക്കിനകത്ത് കട്ടയ്ക്കകത്ത് അല്ലെങ്കിൽ താബൂക്ക് നമ്മൾ എന്തോ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിലേക്കായിരിക്കണം നമ്മൾ കമ്പി ഫിക്സ് ചെയ്യേണ്ടത്. എന്നിട്ട് ആ കമ്പനിയുടെ മറു സൈഡോ അല്ലെങ്കിൽ ഇൻസൈഡോ ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും നമ്മൾ ഇത് ഫിക്സ് ചെയ്യുക. അപ്പൊ നമുക്ക് പ്രൊട്ടക്ഷൻ ആവും. കാരണം ഇൻസൈഡ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പൊ നമുക്ക് പ്രൊട്ടക്ഷനുമായി നമ്മുടെ കോസ്റ്റും കുറയും, കാണാൻ കുറച്ചുകൂടെ നല്ലതാണ്. ഓക്കെ. പിന്നെ നമുക്ക് വുഡിന്റെ വെറൈറ്റീസ് ഇതിനകത്ത് തന്നെ അവൈലബിൾ ആണ്. അപ്പം ഇനി നമുക്ക് ഇതിന്റെ മെഷീനറി എല്ലാം ഞാൻ കണ്ടപ്പോൾ എല്ലാം വളരെ ക്വാളിറ്റി മെഷീനറിയാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് അതൊന്ന് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് സൈറ്റിൽ ചെന്ന് ഇതിന് എന്തെങ്കിലുമൊക്കെ ഭയങ്കരമായ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായി ആയിരിക്കും. അതെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് എന്ത് മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ അളവ് കറക്റ്റ് അളവെടുത്ത് കൊണ്ടുപോയി ഫിക്സ് ചെയ്യുന്ന സൈറ്റിൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ അവിടെ നിന്നുകൊണ്ട് കട്ട് ചെയ്യുന്നത് പോലെ ഒന്നും നടക്കത്തില്ല. നമുക്ക് ഈ സാധനം ഫാക്ടറി തന്നെ വന്നേ. കാര്യം എന്താ, അതിനുവേണ്ടിയാണ് ഈ മിഷനറീസുകൾ എല്ലാം നമ്മൾ അസംബിൾ ചെയ്യുന്നത്. ഈ മിഷനറി വഴിയെ ഇവനെ കറക്റ്റ് ചെയ്തെടുക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനൊരു സംഭവം. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഹൈ ക്വാളിറ്റി മെഷീനറി എല്ലാം ചെയ്തേക്കുന്നത്. നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇതിനകത്തൊരു കട്ടിംഗ് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 45 ഡിഗ്രി ഈ കട്ടിംഗ് എന്ന് പറഞ്ഞാൽ സീമും ഉണ്ട്, സീംലെസ്സും. സീം ആവുമ്പോൾ നമുക്കിത് വ്യക്തമായിട്ട് മനസ്സിലാവും. അതെ, നമ്മളിത് സീംലെസ് ആണ്, അതായത് വെറും ഒരു ലൈൻ മാത്രമേ ഈ ജോയിന്റിൽ കാണത്തുള്ളൂ. നമുക്ക് ഈ വലിയ മെഷീൻ അതിന് വേണ്ടിയിട്ടുള്ളത്. ആ കട്ട് ചെയ്ത് കറക്റ്റ് ഷാർപ്പായിരിക്കും. ബ്ലൈഡിന്റെ ഒരു ഇത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതെന്ന് വെച്ചാൽ അപ്പോൾ അത് ഓപ്ഷണൽ ആണോ? അത് സീമായിട്ട് ചെയ്യുന്നതിനും സീംലെസ് ആയിട്ട് ചെയ്യുന്നതിനും ഓപ്ഷനാണ്. സീമും സീംലെസ്സും ഓപ്ഷനാണ്. ഓക്കെ. അപ്പം നമുക്ക് മോസ്റ്റ്ലി കസ്റ്റമർ എല്ലാവരും സീംലെസ് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ കാണാൻ ഭംഗിയാണല്ലോ എല്ലാവർക്കും. അതെ. പിന്നെ കോസ്റ്റിൽ വലിയ ഡിഫറൻസ് ഇല്ല. ഓക്കെ. അപ്പം ദാറ്റ് മേക്സ് സെൻസ്. അപ്പം നമുക്ക് മെഷീനറീസിലേക്ക് പോവാം. ഒന്ന് മെഷീനറീസ് ഓരോന്നായിട്ട് മെഷീനറീസിന്റെ ഫംഗ്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞങ്ങളെക്കാളും നല്ലത് ഞങ്ങളുടെ ഓപ്പറേറ്റർ തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ മഹേഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ കൂടെ ഇന്നുണ്ട് മഹേഷ് കുമാർ, തമിഴ്നാട് സ്വദേശിയാണ്. ഏകദേശം 15 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഫീൽഡിൽ ഉണ്ട്, മെഷീൻ ഓപ്പറേഷനിലും ഈ UPVCയുടെ വർക്കിലും. മഹേഷ് സാർ, സ്വാഗതം ഷോയിലേക്ക്. അപ്പം മഹേഷ് സാർ നമ്മുടെ ഈ മെഷീൻസിന്റെ ഒരു വർക്കിംഗ് വളരെ ലളിതമായിട്ട് ഒന്ന് പറഞ്ഞുതരാം. ഇത് മഹേഷ് സാർ, ഇത് ഏത് മെഷീനാണ്? ഇത് എന്തുള്ള? ഇത് ഡബിൾ കട്ടിംഗ് മെഷീൻ, 45 ഡിഗ്രി കട്ടിംഗ് മെഷീൻ. 45 ഡിഗ്രി കട്ടിംഗ് മെഷീൻ. അതിന്റെ ഡബിൾ ഹെഡ് ഉള്ളതാ. ഓക്കെ. സോ ഇത് എങ്ങനെ ഹെൽപ്പ് ചെയ്തു? വർക്ക് ഫാസ്റ്റ് ആക്കും? വർക്ക് സ്പീഡ് മെഷർമെന്റ് പെർഫെക്റ്റ് ആയിരിക്കും ഈ മെഷീൻ യൂസ് ചെയ്യുമ്പോൾ. നമുക്കറിയാം, നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ ആ ഒരു ഫുൾ വർക്ക്ഷോപ്പിൽ പണ്ട് ഒറ്റ മെഷീനേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഹാൻഡ് കട്ടിംഗ് മെഷീൻ അല്ലേ? ഒരു വലിയ ഒരു വീലുള്ള ഒരു ഹാൻഡ് വെച്ച് ഞാൻ പ്രസ് ചെയ്യുന്ന ഒരു മെഷീൻ. അതും ഒരു സ്ക്രൂ ഡ്രൈവറും ഒരു സ്ക്രൂ ആണ് അലുമിനിയം ഫാബ്രിക്കേഷൻ എന്ന് പറയുമ്പം ശരാശരി ഒരു വ്യക്തിയുടെ മനസ്സിൽ വരുന്നത്. പക്ഷേ ഈ മെഷീൻസ് കണ്ടപ്പോഴാണ് ശരിക്കും ഈ UPC വർക്ക്, അതിന്റെ പ്രിസിഷൻ, അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഈ ഫാക്ടറി അതിനോട് കമ്മിറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഇത് എത്ര നീളം ഉണ്ട്? ഇത് 10 അടി നീളം. 10 അടിയുടെ സെക്ഷൻ ഒറ്റ അടി കട്ട് ചെയ്യാം. 18 അടി മെഷീൻ നീളമുണ്ട്. പക്ഷെ നമുക്ക് 10 അടി സെക്ഷൻസ് സ്മൂത്ത് ആയിട്ട് കട്ട് ചെയ്യാം, ഡബിൾ ചെയ്യാം. അപ്പൊ ഇത് ഏത് കമ്പനിയുടെ മെഷീനാ? ഗ്ലോബൽ സർവീസ്, വൺ ഓഫ് ദ ബെസ്റ്റ്, ഏറ്റവും നല്ല മെഷീൻസിൽ ഒന്നാണ്. ഓക്കെ. വേറെ ഏത് മെഷീൻ ഉണ്ട്? ആ മെഷീനിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ ഇത് എൻഡ് മിൽ മെഷീൻ. எண்ட் மில் மெஷின். ஓகே. இது எந்த ചെയ്യുന്നത്? இது புல்லியன் ஜாயிண்ட் போடுறதுக்கு சென்டர்ல பீஸ் வருது இல்லைங்களா? இப்போ டபுள் ஷட்டர்னா சென்டர்ல ஒரு பீஸ் வரும். அது இதுல
கட் பண்ணி ஜாயின் பண்ணுறோம். അതാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പം രണ്ട് സൈഡ് ഇങ്ങനെ ചെയ്ത് മെയിനകത്ത് കയറി எல் கிளாம் வச்சு ஜாயின் பண்ணுறது. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഈ മെഷീൻ ഏതാ? ഈ മെഷീൻ ഹാൻഡിൽ ഹോൾഡ് മെഷീൻ. ഹാൻഡിൽ ഹോൾഡ്, ആ ലോക്ക് ഹോൾഡ്. ഓക്കെ, നമ്മുടെ ഈ PVC സ്ലൈഡറിനകത്ത് ലോക്സിന്റെ ഹോൾ ഇടുന്ന മെഷീനാണ്. അപ്പം ഇതും ശരിക്കും ഹാൻഡ് ഡ്രില്ലർ വെച്ചല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇതിലേക്ക് ഇത്രയും ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഷീനൊക്കെ എടുക്കുന്നതിനുള്ള നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. പിന്നെ അതുമല്ല പ്രിസിഷൻ, ഫിനിഷിംഗ് പെർഫെക്റ്റ് ആവും, മെറ്റീരിയലിന് ഡാമേജും ഇല്ല. പിന്നെ അടുത്ത അവിടെ ഒരു വലിയ ഒരു മെഷീൻ ഉണ്ട്, അത് നമുക്ക് നോക്കാം. മഹേഷ് സാർ, ഇത് എന്തോ മെഷീനാണ്? ഡബിൾ ഹെഡ് വെൽഡിംഗ് മെഷീൻ. ഡബിൾ ഹെഡ് വെൽഡിംഗ് മെഷീൻ. ഓക്കെ, ഇത് എന്ത് ചെയ്യുന്നത്? സീംലെസ് ജോയിന്റ്സിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ രണ്ട് ആംഗിള് 45 നമ്മൾ ചേർക്കുമ്പോൾ ആ ജോയിന്റ് സീംലെസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെഷീൻ യൂസ് ചെയ്യുന്നത്. പീസ് ഇതാണ് 45 കട്ടിംഗ് എന്ന് പറയുന്ന ഇതാണ്. 19 നേരെ പകുതിക്ക് കട്ട് ചെയ്യുമ്പോൾ അടുത്ത പീസ് ഇതിനകത്ത് വന്ന് ജോയിന്റ് ആകുമ്പോൾ ഈ ജോയിന്റ് ഒട്ടും അറിയാത്ത രീതിയിൽ ദൂരെ നിന്ന് നോക്കിയാൽ ഇത് ഒറ്റ പീസാന്നേ തോന്നത്തുള്ളൂ. അതുപോലെ ഫിനിഷിങ്ങോടെ ഈ മെഷീനകത്ത് ചെയ്യാൻ പറ്റും. അതിനുള്ള മെഷീനായത്. ഓക്കെ, அதான் இந்த பிளாக் வந்து சைடிங் மட்டும் வைக்கணும். மேலே இருந்து ப்ரெஸ்ஸிங் வரும். ப்ரெஸ்ஸிங் வந்து பெண்ட் ஆகாமல் இருக்கிறதுக்காக நம்ம பிளாக் வச்சு பண்ணுறோம். இது வந்து டிகிரி 260 டிகிரிஸ். அந்த இதில் ஹீட் ஆனால் தான் ஜாயின் வந்து பக்காவாக இருக்கும். ഓക്കെ. ഇത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വൺ ടൈം തന്നെ രണ്ട് ഭാഗവും വെൽഡ് ചെയ്ത് ജോയിൻ ചെയ്ത് എടുക്കാൻ പറ്റും. ഇത് സിംഗിൾ ഹെഡും ഉണ്ട്. ഓക്കെ, സിംഗിൾ ഹെഡും ഉണ്ട്, അങ്ങനെ മെഷീനും ഉണ്ട്. നമ്മൾ ഡബിൾ ഹെഡാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം പെട്ടെന്ന് ജോലി നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പെട്ടെന്ന് ചെയ്യാം. ഇപ്പം നോക്കേ, അത് 260 ഡിഗ്രി ചൂടിൽ ഹീറ്റ് ചെയ്ത് അത് വെൽഡ് ആയിട്ട് ഇത് ഫോറെവർ നമ്മൾ ആദ്യം ചെയ്ത ഈ സെക്ഷൻ ചെയ്തു. ഈ സെക്ഷൻ സീംലെസ് ആയിട്ട് വിതിൻ മിനിറ്റ്സ്, 1 മിനിറ്റ് 2 മിനിറ്റ് പോലും തികച്ചെടുത്തില്ല. ഇത് ഫുൾ 90 ഡിഗ്രിയിൽ രണ്ട് സൈഡായി. ഇനി ഇതിന്റെ താഴത്തെ പോർഷൻ അത് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് കയറ്റി കഴിഞ്ഞ മെഷീനകത്ത്. ഇനി ഇതിന്റെ രണ്ട് ഹെഡ്സ്, ആ കാണുന്ന രണ്ട് ഹെഡ്സും സീംലെസ് ആയിട്ട് വിതൗട്ട് എനി സ്ക്രൂ അല്ലെങ്കിൽ ഡ്രില്ലിങ്ങോ ഒന്നും ഇല്ലാതെ നമുക്ക് ഹീറ്റ് കൊണ്ട് മാത്രം 260 ഡിഗ്രി ഹീറ്റാണ് ഈ പ്രസ് ജനറേറ്റ് ചെയ്യുന്നത്. ആ ഹീറ്റ് കൊണ്ട് മാത്രം ഇത് സീമാവും. അപ്പം മഹേഷ് സാർ ഒന്ന് ചെയ്ത് കാണിക്കാമോ? വേണ്ട, നമുക്ക് ഒരു 2 മിനിറ്റ് പോലും തികച്ചെടുത്തില്ല. നമ്മളിപ്പോൾ കണ്ട സെപ്പറേറ്റ് ആയിട്ട് കിടന്ന പീസുകൾ ഇപ്പം നമുക്കൊന്ന് എടുത്തു നോക്കാം. എടുത്തു നോക്കിട്ടെ, വേണ്ട ഒറ്റ പീസ് ഒറ്റ സെക്ഷനായിട്ട് ഇതിനകത്ത് ഇപ്പം വന്നിരിക്കുക. ഈ ജോയിൻസിൽ എങ്ങും സ്ക്രൂ ഇല്ല. പെർഫെക്റ്റ് ഹീറ്റ് കൊണ്ട് മാത്രം പെർഫെക്റ്റ് ആയിട്ട് സീംലെസ് ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ചെയ്യാൻ ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല. അമേസിങ് ടെക്നോളജി. സർ, ഇത് വലിയൊരു മെഷീനാണ്. ഇത് എന്തിനുള്ള മെഷീനാണ്? ബീഡിംഗ്. ഓക്കെ, ബീഡിംഗ് കട്ടിംഗ് മെഷീനാണ്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്തോ? ഇതെന്താണ് നമ്മൾ ചെയ്യാൻ? ഗ്ലാസ് പോട്ട് നമ്മൾ ബീഡിംഗ് ജോയിൻ பண்றோம் இல்லைங்களா? അത് வந்து 45 ഡിഗ്രിയിലെ പെർഫെക്റ്റാ വരും. ഓക്കെ, അപ്പം ബേസിക്കലി ഗ്ലാസ് ഇതാണ് ഈ ബീഡിംഗ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ ഗ്ലാസ് ഈ ബീഡിങ്ങിനകത്താണ് വീഴുന്നത് അല്ലേ? ഇതിനിടയിലെ ഗ്ലാസ് വരും. ഇതാണ്. ഇത് അഴിക്കണമെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി. ഓക്കെ, ഈ പീസും അതിന്റെ കൂടെ ഇതിങ്ങനെ ഇട്ടിട്ട് ഇത് സെറ്റായി. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ഇടയ്ക്കാണ് ശരിക്കും ഇവിടാണ് ഗ്ലാസ് വീഴുന്നത്. അപ്പം ആ ഗ്ലാസ് ഒരിക്കലും അതിനകത്ത് നിളകത്തുമില്ല, അത് ഒച്ച ഉണ്ടാക്കത്തില്ല. പക്ക ടൈറ്റ് ആയിട്ടിരിക്കും. നല്ല ഫീൽ ചെയ്യാം നമുക്ക്, നല്ല ടൈറ്റ്നെസ് ഉണ്ട്. അതുപോലെ സൗണ്ട് പ്രൂഫ് ആയിരിക്കും. ഓക്കെ, ക്ലട്ടറിംഗ് EPDM റബ്ബർ എന്ന് വെച്ചാൽ നമുക്ക് വെയിലത്ത് ഈ പറയുന്ന 10 ഇയേഴ്സ് നമുക്ക് പിടിച്ചു നിൽക്കും. അതേപോലെ വെടിച്ച് കീറത്തില്ല. അതുപോലെ ഇതിന്റെ സോഫ്റ്റ്നെസ്സും മാറത്തില്ല. ഓക്കെ, സോ തഴുത്തലുള്ള AY UPVC സൊല്യൂഷൻസിന്റെ ഫാക്ടറി വിസിറ്റ് ആയിരുന്നു നമ്മൾ ചെയ്തത്. നമ്മുടെ കൂടെ AYയിലെ അജുവും യൂസഫ് സാറും നമ്മുടെ കൂടെ ഉണ്ട്. യൂസഫ് സാറിന്റെ ടീം മെമ്പേഴ്സിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എനിക്കിപ്പം ഞാൻ ആരംഭമായതിന്റെ പേരിൽ എനിക്കൊരു മെയിൻ ഓപ്പറേറ്റർ മിസ്റ്റർ മഹേഷ്, കോയമ്പത്തൂർ സ്വദേശിയാണ്. ഇത് സുധീഷ്, ഇത് നമ്മുടെ കൊട്ടിയം സ്വദേശി തന്നെയാണ്. മഹേഷിനെ അസിസ്റ്റ് ചെയ്യുന്നത് സുധീഷാണ്. ഇനി എനിക്ക് ഒരു 4 പേര് കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം വർക്ക് നമുക്ക് ഇതാവുന്നതിന് കൂടി വരുന്നുണ്ട്. ഇതിന്റെ പ്രചാരണവും കൂടി വരുന്ന മുറയ്ക്ക് നമുക്ക് ആൾക്കാർ. അപ്പൊ ഇനി നമുക്ക് പ്രേക്ഷകർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. ഇപ്പൊ ഫെനസ്റ്റ പോലത്തെ ബ്രാൻഡ്സ് വളരെ കമ്പനീയമായ ബ്രാൻഡ്സ് ആണ്.
നമ്മൾ പത്രത്തിലേക്ക് അതിന്റെ ആഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ എടുത്ത് വീട്ടിൽ വെക്കാൻ തോന്നും. പക്ഷേ കോസ്റ്റ്ലി ആണ് കാര്യത്തോട് അടുക്കുമ്പോൾ. എത്ര ശതമാനം നമുക്ക് ബെനിഫിറ്റ് ഉണ്ട് ഫെനസ്റ്റേന്ന് മാറി നമ്മൾ ഈ എസ്ട്രിക്സിലേക്ക് വരുമ്പോൾ? 25% നമുക്ക് മിനിമം ബെനിഫിറ്റ് കിട്ടും. പിന്നെ എനിക്ക് പ്രിയപ്പെട്ട നമ്മുടെ ഉപഭോക്താക്കൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് സൈറ്റിൽ കയറിയിട്ട് ഗൂഗിൾ കയറിയിട്ട് സിംറ്റ ആസ്ട്രിക്സ് എന്ന് അടിച്ച് അതിനെക്കുറിച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോഴാണ് അതിനെക്കുറിച്ച് ആധികാരികപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നെഗറ്റീവ് റിവ്യൂ കിട്ടത്തില്ല. സിംറ്റ ആസ്ട്രിക്സിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഞങ്ങൾക്ക് ഓർഡർ തരിക. നല്ല സപ്പോർട്ടായിരിക്കും, നല്ല രീതിയിലുള്ള സർവീസും ഉണ്ടാവും. ഓക്കെ, അപ്പം കൊല്ലത്തും കേരളം ഒട്ടാകെ ഉള്ള ജനങ്ങൾക്ക് ഉള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് തന്നെ. ഫെനസ്റ്റ പോലത്തെ ഹൈ ക്ലാസ് ബ്രാൻഡ്സിനെക്കാട്ടിലും മിനിമം 20 to 25% കോസ്റ്റ് താഴെ ആയിരിക്കും. വലിയ ഓർഡർ ആണെങ്കിൽ അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തു തരാൻ പറ്റുന്ന മെഷീനറീസ് നമ്മൾ ഓൾറെഡി ഓപ്പറേഷണലായിട്ട് കണ്ടു. അതേപോലെ 10-15 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നവരാണ് ഈ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫിനിഷിംഗിനകത്ത് ഒരു ഡിഫറൻസും വരുന്നില്ല. അപ്പം ഇനിയും ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് AV ടൈൽസ് ആൻഡ് സാനിറ്ററി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരും. അടുത്ത എപ്പിസോഡ് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.